കരിയർ അവസാനിക്കുമ്പോൾ ആരാകും ആ താരപദവിയിലേക്ക് ഉയർന്നു വരിക എന്ന ചർച്ച ഏറെ നാളുകളായി കോളിവുഡിൽ നടക്കുന്നുണ്ട്. വിജയ് അഭിനയം നിർത്തുന്നു എന്ന് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ തന്നെ നിരവധി താരങ്ങളുടെ പേരുകൾ അദ്ദേഹത്തിന്റെ സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടിരുന്നു. വിജയ് സിനിമകൾ ഇല്ലാതായാൽ ഇൻഡസ്ട്രിയിൽ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ മെച്ചമുണ്ടാവുക എന്നതായിരുന്നു പ്രധാന ചർച്ചകളിലൊന്ന്. വിജയ്ക്ക് പകരം എത്താൻ പോകുന്ന താരത്തിന്റെ പേരുമായി ഇപ്പോൾ തമിഴ് നടി വനിത വിജയകുമാർ രംഗത്തെത്തിയിരിക്കുകയാണ്. നടൻ പ്രശാന്തിന്റെ പേരാണ് ഈ സ്ഥാനത്തേക്ക് വനിത വിജയകുമാർ ചൂണ്ടിക്കാണിക്കുന്നത്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് വിജയ് സൂപ്പർ സ്റ്റാർ ആകുമെന്ന് അദ്ദേഹത്തോട് താൻ പറഞ്ഞിരുന്നുവെന്നും എന്നാൽ അന്ന് അദ്ദേഹം അത് വിശ്വസിച്ചിരുന്നില്ല എന്നുമാണ് വനിത പറയുന്നത്. എന്നാൽ പിന്നീട് താൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചുവെന്നും രാഷ്ട്രീയത്തിലേക്കുള്ള വിജയുടെ പ്രവേശനത്തിന് പിന്നാലെ വിജയ്ക്ക് ലഭിച്ച താരപദവിയിലേക്ക് നടൻ പ്രശാന്ത് എത്തുമെന്നും വനിത പറയുന്നുണ്ട്. 90കളിലെ സൂപ്പർ സ്റ്റാർ തന്നെയായിരുന്നു പ്രശാന്ത് എന്നും അദ്ദേഹം തിരിച്ചുവരവ് നടത്തുമെന്നും ഇതോടൊപ്പം വനിത കൂട്ടിച്ചേർക്കുകയാണ്. വിജയുടെ ദി ഗോട്ട് എന്ന ചിത്രത്തിൽ പ്രശാന്തും അഭിനയിക്കുന്നുണ്ട്. അന്തകൻ എന്നൊരു ചിത്രം കൂടി അദ്ദേഹത്തിൻ്റെതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഈ സിനിമകൾ കൂടി ചൂണ്ടിക്കാട്ടിയാണ് വനിത തന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കാലത്ത് തെന്നിന്ത്യയുടെ ഹരമായി തിളങ്ങി നിന്ന താരമായിരുന്നു നടൻ പ്രശാന്ത്. സിനിമാ പാരമ്പര്യമുള്ള നടനായിരുന്നു അദ്ദേഹം. അഭിനേതാവും നിർമ്മാതാവുമായ ത്യാഗരാജന്റെ മകനായ പ്രശാന്തിന് ആരും മോഹിക്കുന്ന തുടക്കമാണ് സിനിമയിൽ ലഭിച്ചത്. രജനീകാന്തിനും കമൽഹാസനും ശേഷം അടുത്ത സൂപ്പർ താരമായി എല്ലാവരും അന്ന് വിലയിരുത്തിയത് പ്രശാന്തിനെ തന്നെയായിരുന്നു. എന്നാൽ കരിയറിലും ജീവിതത്തിലും ഒരുപോലെ അദ്ദേഹത്തിന് തിരിച്ചടികൾ നേരിടേണ്ടി വന്നു. പഠനകാലത്ത് ഡോക്ടർ ആകണമെന്നായിരുന്നു പ്രശാന്ത് ആഗ്രഹിച്ചത്. പിന്നീടാണ് അഭിനയ മേഖലയിലേക്ക് എത്തുന്നത്. അഭിനയത്തിന് പുറമെ പിയാനോയിലും അദ്ദേഹം കഴിവ് തെളിയിച്ചിരുന്നു. 17ാമത്തെ വയസ്സിലാണ് അദ്ദേഹം സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. തുടക്കത്തിൽ തന്നെ മികച്ച അവസരങ്ങൾ പ്രശാന്തിനെ തേടിയെത്തുകയും ചെയ്തു. ഐശ്വര്യ റായ് നായികയായി എത്തിയ ജീൻസിൽ അഭിനയിച്ചതോടെയാണ് പ്രശാന്തിന്റെ കരിയർ തന്നെ ആകെ മാറിമറിയുന്നത്. നിരവധി ബിഗ് പ്രൊജക്ടുകളുടെ ഭാഗമാകാനുള്ള അവസരമാണ് പിന്നീട് പ്രശാന്തിന് ലഭിച്ചിട്ടുള്ളത്. ജീൻസിലേക്ക് ആദ്യം പരിഗണിച്ചത് നടൻ അജിത്തിനെയായിരുന്നു. അദ്ദേഹം നിരസിച്ചതോടെ അബ്ബാസിനെ പരിഗണിച്ചു. അദ്ദേഹവും നോ പറഞ്ഞതോടെയാണ് ആ അവസരം പ്രശാന്തിന് ലഭിക്കുന്നത്. സിനിമകളുമായി തിളങ്ങി നിന്ന സമയത്ത് പ്രശാന്ത് സ്റ്റാർ നൈറ്റുമായി വേദികളിലും കയ്യടി നേടിയിരുന്നു. ലോകത്ത് പലയിടങ്ങളിലായി സ്റ്റേജ് പരിപാടികൾ അവതരിപ്പിക്കാൻ അദ്ദേഹം എത്തി. സിനിമാ പാരമ്പര്യമുള്ള കുടുംബത്തിലെ അംഗം എന്നതിലുപരി തന്റേതായ ഒരിടം പ്രശാന്ത് അന്ന് നേടിയെടുത്തു. എന്നാൽ താരപദവി നിലനിർത്തുന്ന കാര്യത്തിൽ പരാജയപ്പെടുകയായിരുന്നു. സിനിമകൾ നിരന്തരമായി പരാജയമായതോടെയാണ് അദ്ദേഹം സിനിമയിൽ നിന്നും ബ്രേക്ക് എടുക്കുന്നത്. പ്രമുഖ ബിസിനസ്സുകാരന്റെ മകളായ ഗൃഹലക്ഷ്മിയായിരുന്നു പ്രശാന്തിന്റെ ജീവിതസഖി. 2005 വിവാഹിതരായ ഇരുവരും 3 വർഷത്തിന് ശേഷം വേർപിരിയുകയായിരുന്നു. രണ്ടാം വിവാഹത്തിനുള്ള തയ്യാറെടുപ്പിലാണ് പ്രശാന്ത് എന്നുള്ള റിപ്പോർട്ടുകളും ഇടയ്ക്ക് പ്രചരിച്ചിരുന്നു. മുൻപ് വിവാഹിതയായിരുന്നു എന്ന കാര്യം അറിയിക്കാതെയാണ് ഗൃഹലക്ഷ്മി തന്റെ ജീവിതത്തിലേക്ക് വന്നതെന്നായിരുന്നു പ്രശാന്ത് അന്ന് പറഞ്ഞതെന്ന പല വാർത്തകളും പിന്നീട് പ്രചരിക്കുകയും ചെയ്തു. പ്രശാന്തിന് അഭിനയിക്കാൻ അറിയില്ലെന്നും മദ്യപാനിയാണെന്നും ഒക്കെയുള്ള വിമർശനങ്ങളും ഇടയ്ക്ക് ഉയർന്നിരുന്നു. പ്രശാന്തിനെ കാണാൻ വന്നിരുന്നവർ മുൻപ് മദ്യം സമ്മാനിക്കാറുണ്ടായിരുന്നുവെന്നും പക്ഷെ അത് ഞങ്ങൾ ആയിരുന്നില്ല ഉപയോഗിച്ചിരുന്നതെന്നും മകന് മദ്യപാന ശീലമില്ല എന്നുമായിരുന്നു അച്ഛൻ ത്യാഗരാജൻ ഇതേക്കുറിച്ച് പ്രതികരിച്ചത്. നടൻ വിക്രത്തിന്റെ അമ്മാവന്റെ മകൻ കൂടിയാണ് പ്രശാന്ത്. ഈ ബന്ധത്തെക്കുറിച്ച് പക്ഷേ ഇരുവരും ഇൻഡസ്ട്രിയിൽ അത്ര സംസാരിച്ചിട്ടില്ല. മരുമകന്റെ വളർച്ച മകന്റെ കരിയറിന് തടസ്സമാകുമോ എന്ന ആശങ്ക ത്യാഗരാജനെ അലട്ടിയിരുന്നു എന്നുള്ള വിവരങ്ങളും ഇടയ്ക്കൊക്കെ പ്രചരിച്ചിട്ടുണ്ട്. വിക്രത്തിന് ലഭിക്കേണ്ടിയിരുന്ന പല അവസരങ്ങളും ത്യാഗരാജന്റെ ഇടപെടലിലൂടെ മാറിപ്പോയിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങളൊന്നും സ്ഥിരീകരിക്കപ്പെട്ട വിവരങ്ങളല്ല. കോളിവുഡിൽ ചർച്ചാ വിഷയമായ ചില കാര്യങ്ങൾ മാത്രമായിരുന്നു ഇവ. തുടക്കകാലത്ത് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ട പ്രശാന്ത് താരമായ സമയത്ത് ഇന്നത്തെ സൂപ്പർ സ്റ്റാർസായ വിക്രവും അജിത്തുമെല്ലാം അന്ന് നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലായിരുന്നു. തുടക്കകാലത്ത് ഗംഭീരമായി മുന്നേറിയെങ്കിലും പിന്നീട് അത് നിലനിർത്താനാവാതെ പോവുകയായിരുന്നു പ്രശാന്തിന്. എന്തായാലും വനിത വിജയകുമാറിന്റെ വാക്കുകൾ ആരാധകർ അത്ര സന്തോഷത്തോടെയല്ല കാണുന്നത്. ദളപതിക്ക് പകരം മറ്റൊരാൾക്കും വരാനാകില്ലെന്നും ഒരേ ഒരു ദളപതി മാത്രമേ ഉള്ളൂ എന്നുമുള്ള കമന്റുകളാണ് വനിത വിജയകുമാറിന്റെ വാക്കുകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമ നിർത്തിയാലും വിജയുടെ പഴയ ചിത്രങ്ങൾ റിലീസ് ചെയ്തെങ്കിലും തങ്ങൾ കാണുമെന്നും അദ്ദേഹത്തിനൊപ്പം എത്താൻ മറ്റൊരാൾക്കും കഴിയില്ലെന്നും ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചുകൊണ്ടേയിരിക്കുകയാണ്.